ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് എഗ്ഗ് ബിരിയാണിയാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് എൻ്റെ സ്റ്റൈലിലുള്ള ഒരു ബിരിയാണിയാണ്. മറ്റുള്ളവരെങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്കറിയത്തില്ല. പലരും പല രീതിയിലാണല്ലോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറുള്ളത്. ഇത് എൻ്റെ സ്റ്റൈലാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ഞാൻ ആദ്യം മുട്ട പുഴുങ്ങി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചെറിയൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. അതിനുശേഷം കാഷ്നട്ടും ഉണക്കമുന്തിരിയും കൂടി നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വെച്ച് അതിന് ശേഷം കുറച്ച് ഓയിലൂടെ ഞാൻ ആ പാനിൽ ഒഴിച്ചിട്ട് നല്ല സവാള നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ കളറിൽ ആകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം. കരിഞ്ഞു പോകരുത്. എൻ്റെത് കരിഞ്ഞു പോയായിരുന്നു. ജസ്റ്റ് ലാസ്റ്റ് കാണാൻ പറ്റും. പിന്നെ ഇതാ ഒരു ഉരുളി പാത്രം വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നോൺ സ്റ്റിക്ക് കടായി ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതിലേക്ക് ഓയിൽ ഒഴിച്ചു. പിന്നെ സ്പൈസസ് എല്ലാം കൂടെ ഞാൻ ഇട്ടു. പിന്നെ അതിനുശേഷം 2 സവാള മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ടു. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ബിരിയാണി മസാല ചേർക്കുന്നതായിരിക്കും ബെറ്റർ, പക്ഷേ എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ട് ഞാൻ ഗരം മസാലയാണ് ചേർത്തത്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുക. പിന്നെ തക്കാളി അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം നമുക്ക് ഇത്തിരി കൂടുതൽ വെള്ളം ഒഴിക്കരുത്, കുറച്ച് ഒഴിക്കാവുള്ളൂ. അതും ചൂടുവെള്ളമാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ മല്ലിയില വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഇടണം. എനിക്കത് തെറ്റുപറ്റിപ്പോയതാണ്. പിന്നെ അതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചതിന് ശേഷം തുറന്ന് നമുക്ക് മുട്ടയും ഈ മസാലയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് 3-4 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി റൈസിന് വേണ്ടിയിട്ടുള്ളത് പരിപാടി ചെയ്യാം. അപ്പം ഞാൻ റൈസ് ഉണ്ടാക്കാനുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്തേക്ക് ഞാൻ ആദ്യം കുറച്ച് ഗീ ഒഴിച്ചു. പിന്നെ അതിനുശേഷം കുറച്ച് ഓയിലൂടെ ഒഴിച്ചു. പിന്നെ സ്പൈസസ് ഇട്ടു. ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ സവാള ഇട്ടു. സവാളയും നിങ്ങൾ ക്യാരറ്റ് ഇടണമെന്നൊന്നുമില്ല, അത് എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് ഇട്ടത്, അത് വലിയ നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ അരമുറി തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ പച്ചമുളകും ഇട്ടു. പിന്നെ വെള്ളം നമ്മൾ സൂക്ഷിക്കേണ്ട വലിയൊരു സാധനമാണ്. കാരണം ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് അരിക്ക് ഞാൻ 4 കപ്പ് വെള്ളമാണ് ഒഴിക്കാനുള്ളത്. ആ റൈസ് അരി നമ്മൾ അളന്നെടുക്കുന്ന ആ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ വെള്ളം അളന്നെടുക്കേണ്ടത്. വെള്ളം പിഴച്ചു പോയാൽ നമുക്ക് റൈസ് ഫുള്ള് വെന്തു പോവും. അപ്പം സൂക്ഷിക്കുക. പിന്നെ അതിന് ശേഷം ദമ്മിടാനുള്ള പരിപാടിയാണ്. ഞാൻ കുറച്ച് ചോറെടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഈ മസാല ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് തിരിച്ച് ആ മസാല ഇട്ടതിന് ശേഷം ഞാൻ കോരി മാറ്റിയ റൈസ് ഇടുന്നുണ്ട്. അപ്പം നെയ്യും കുറച്ച് മല്ലിയിലയും കൂടെയൊക്കെ ഞാൻ അതിൻ്റെ മണ്ടയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മാറ്റി വെച്ച റൈസ് കൂടെ മണ്ടയിലിട്ടു. പിന്നെ ഇതാ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടു. പിന്നെ അതാ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഉള്ളി കരിഞ്ഞു പോയെന്ന്. പിന്നെ ഇത് പൈനാപ്പിൾ എസൻസ് ആണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട. ഞാൻ ഇതൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അധികം എരിവൊന്നുമില്ല, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക.